വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ് 2.0. എൻ്റെ പേര് വൈഷ്ണവി. ഇന്ന് ആംബുലൻസ് അസിസ്റ്റന്റിന്റെ മെയിൻസ് എക്സാം ആയിരുന്നു. എൻ്റെ കയ്യിലിരിക്കുന്ന കോഡ് A ആണ്. കാറ്റഗറി നമ്പർ 85/2024. അപ്പോൾ വളരെ നല്ലൊരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അത്യാവശ്യം എല്ലാവർക്കും നല്ല സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മളിവിടെ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് വന്നതും. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ശരിയുത്തരം ഓപ്ഷൻ ബി, WC ബാനർജി. രണ്ടാമത്തെ ചോദ്യം, സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം? ശരിയുത്തരം ഓപ്ഷൻ സി, ധാക്ക. മൂന്നാമത്തെ ചോദ്യം, 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു? ശരിയുത്തരം ഓപ്ഷൻ എ, കഴ്സൺ പ്രഭു. നാലാമത്തെ ചോദ്യം, തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരെല്ലാമായിരുന്നു? തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരെല്ലാമായിരുന്നു? ഇവിടെ തന്നിരിക്കുന്നത് 4 സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തത് ബാലഗംഗാധര തിലക്, 2 ദാദാഭായ് നവറോജി, 3 ലാലാ ലജ്പത് റായ്, 4 ഗോപാലകൃഷ്ണ ഗോഖലെ. ഇവരിൽ ആരൊക്കെയായിരുന്നു തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ എന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം ബാലഗംഗാധര തിലകും അതുപോലെ തന്നെ ലാലാ ലജ്പത് റായ്. ബാലഗംഗാധര തിലകും ലാലാ ലജ്പത് റായുമാണ് ശരി ഉത്തരം, ഓപ്ഷൻ സി. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ശരിയുത്തരം ഓപ്ഷൻ ഡി, രാജാറാം മോഹൻ റോയ്. ആറാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ്? ശരിയുത്തരം ഓപ്ഷൻ എ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നതെന്ന്? ശരിയുത്തരം ഓപ്ഷൻ ഡി, നവംബർ 26. എട്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നായിരുന്നു? ശരിയുത്തരം ഓപ്ഷൻ ബി, പ്രസിഡൻഷ്യൽ സമ്പ്രദായം. ഒമ്പതാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം ഏത്? ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, ഇന്ത്യയും അതുപോലെ തന്നെ അമേരിക്കൻ ഐക്യനാടുകളും. ശരിയുത്തരം ഓപ്ഷൻ സി, ഇന്ത്യയും അമേരിക്കൻ ഐക്യനാടുകളും 1ഉം 4ഉമാണ് ശരിയുത്തരം. പത്താമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. തന്നിരിക്കുന്നതിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ്, സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശമാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്. 11ാമത്തെ ചോദ്യം, പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ശരിയുത്തരം ഓപ്ഷൻ ബി, കെ കേളപ്പൻ. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, കെ കേളപ്പൻ. 12ാമത്തെ ചോദ്യം, സമത്വ സാമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ ഐത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം? ചോദ്യം ഒരിക്കൽ കൂടി, സമത്വ സാമൂഹ്യ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ ഐത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭമാണ്? ശരിയുത്തരം ഓപ്ഷൻ ഡി, ഗുരുവായൂർ സത്യാഗ്രഹം. 13ാമത്തെ ചോദ്യം, മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ശരിയുത്തരം ഓപ്ഷൻ എ, ശ്രീനാരായണ ഗുരു. 14ാമത്തെ ചോദ്യം, പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ആര്? ശരിയുത്തരം ഓപ്ഷൻ ബി, ചട്ടമ്പി സ്വാമികൾ. 15ാമത്തെ ചോദ്യം, സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന മലയാളി? ശരിയുത്തരം ഓപ്ഷൻ ബി, വക്കം അബ്ദുൽ ഖാദർ. 16ാമത്തെ ചോദ്യം, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ പദ്ധതി ഏതെന്നായിരുന്നു? ശരിയുത്തരം ഓപ്ഷൻ സി, ഗഗൻയാൻ. 17ാമത്തെ ചോദ്യം, 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം? ശരിയുത്തരം ഓപ്ഷൻ എ, സ്പെയിൻ. 18ാമത്തെ ചോദ്യം, സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏതെന്നായിരുന്നു? ശരിയുത്തരം ഓപ്ഷൻ ഡി, ഫോർവേഡ് ബ്ലോക്ക്. 19ാമത്തെ ചോദ്യം, മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏത്? മലബാർ കലാപം ഉണ്ടാകാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷനാണ്? ശരിയുത്തരം ഓപ്ഷൻ ബി, വില്യം ലോഗൻ കമ്മീഷൻ. 20ാമത്തെ ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ സെക്രട്ടറി ആയിട്ട് നിയമിച്ച കേരളീയൻ ആരെന്നാണ് ചോദ്യം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ ആര്? ശരിയുത്തരം ഓപ്ഷൻ ബി, VP മേനോൻ. 21ാമത്തെ ചോദ്യം, 1ാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലയ്ക്കാണ്? 1ാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലയ്ക്കാണ്? ശരിയുത്തരം ഓപ്ഷൻ എ, കാർഷിക മേഖല. 22ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി ആരാണ്? ശരിയുത്തരം ഓപ്ഷൻ സി, ജവഹർലാൽ നെഹ്റു. 23ാമത്തെ ചോദ്യം,
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത് ആര്? ശരിയുത്തരം ഓപ്ഷൻ ഡി ശക്തികാന്ത ദാസ്. 24ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ശരിയുത്തരം ഓപ്ഷൻ എ അരുൺ കുമാർ മിശ്ര. 25ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരകളിലാണ്? ശരിയുത്തരം ഓപ്ഷൻ ഡി കാരക്കോറം. 26ാമത്തെ ചോദ്യം, ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത് എന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി. 27ാമത്തെ ചോദ്യം, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ കാവേരി നദിയുടെ പോഷക നദി ഏത്? ചുവടെ നൽകിയിട്ടുള്ളവയിൽ കാവേരി നദിയുടെ പോഷക നദി ഏത്? ശരിയുത്തരം ഓപ്ഷൻ ബി കബനി നദി. 28ാമത്തെ ചോദ്യം, ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ. ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ. ശരിയുത്തരം ഓപ്ഷൻ എ റാഡ്ക്ലിഫ് രേഖ. 29ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം. ശരിയുത്തരം ഓപ്ഷൻ ബി ഗുജറാത്ത്. 30ാമത്തെ ചോദ്യം, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഓപ്ഷൻ ബി ആണ് ആനമുടി. 31ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം. ശരിയുത്തരം ഓപ്ഷൻ സി വിഴിഞ്ഞം. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം. ശരിയുത്തരം ഓപ്ഷൻ സി വിഴിഞ്ഞം. 32ാമത്തെ ചോദ്യം, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ശരിയുത്തരം ഓപ്ഷൻ എ ചാലക്കുടി പുഴ. 33ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം. ശരിയുത്തരം ഓപ്ഷൻ ബി പാമ്പാടുംചോല. 34ാമത്തെ ചോദ്യം, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആര്? ശരിയുത്തരം ഓപ്ഷൻ ബി MB രാജേഷ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതെന്നായിരുന്നു? ശരിയുത്തരം ഓപ്ഷൻ സി ശാസ്താംകോട്ട. 36ാമത്തെ ചോദ്യം, കണ്ടലി കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം ഏതെന്നായിരുന്നു? ശരിയുത്തരം ഓപ്ഷൻ എ മംഗളവനം. 37ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? ശരിയുത്തരം ഓപ്ഷൻ സി ഇടുക്കി. 38ാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം ഏത്? ശരിയുത്തരം ഓപ്ഷൻ സി നെടുമ്പാശ്ശേരി. 39ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തെരഞ്ഞെടുത്തത് ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ എ മീനങ്ങാടി. 40ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം. ശരിയുത്തരം ഓപ്ഷൻ ഡി കേരളം. 41ാമത്തെ ചോദ്യം, 2023 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചത് ആര്? ശരിയുത്തരം ഓപ്ഷൻ എ ശ്രീകുമാരൻ തമ്പി. 42ാമത്തെ ചോദ്യം, ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതിയാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് ജൂലൈ 14. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. 43ാമത്തെ ചോദ്യം, മെയ് 17 കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ശരിയുത്തരം ഓപ്ഷൻ എ കുടുംബശ്രീ. 44ാമത്തെ ചോദ്യം, യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം. ശരിയുത്തരം ഓപ്ഷൻ ബി കോഴിക്കോട്. 45ാമത്തെ ചോദ്യം, അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത് എന്നായിരുന്നു? ശരിയുത്തരം ഓപ്ഷൻ സി ഗുജറാത്ത്. 46ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ്. ഇവിടെ തന്നിരിക്കുന്നതിൽ 4 പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവനകൾ മാത്രമാണ് വായിക്കുന്നത്. ശരിയായ പ്രസ്താവന 1, പ്രോജക്ട് ഡയറക്ടർ വീരമുത്തുവൽ ശരിയാണ്. അടുത്തത്, വിക്ഷേപണ വാഹനം LV Mark 3 ശരിയാണ്. വിക്ഷേപണ തീയതി ജൂലൈ 14, 2023 ശരിയാണ്. സോ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 2, 3, 4. 2, 3, 4 ആണ് ശരി ഉത്തരം. 47ാമത്തെ ചോദ്യം, 2016 ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? ശരിയുത്തരം ഓപ്ഷൻ എ പിണറായി വിജയൻ. 48ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ. ശരിയുത്തരം ഓപ്ഷൻ എ എന്റെ വഴിത്തിരിവ്. 49ാമത്തെ ചോദ്യം, ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ ആരെന്നായിരുന്നു? ശരിയുത്തരം ഓപ്ഷൻ സി മുഹമ്മദ് സിറാജ്. 50ാമത്തെ ചോദ്യം, 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു എന്നായിരുന്നു? ശരിയുത്തരം ഓപ്ഷൻ ഡി അമിതാഭ് കാന്ത്. 51ാമത്തെ ചോദ്യം, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ശരിയുത്തരം ഓപ്ഷൻ എ ആണ് ആഡം സ്മിത്ത്.
52ാമത്തെ ചോദ്യം 2023 നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുകയാണ്. 3 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ആ 3 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വായിക്കാം. ഇന്ത്യ നേടിയ മെഡലുകളുടെ ആകെ എണ്ണം 107, ശരി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിൽ വെച്ചാണ്, ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു എന്ന് പറയുന്നതും ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരി. 53ാമത്തെ ചോദ്യം, നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? ശരി ഉത്തരം ഓപ്ഷൻ എ കരൾ. 54ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏത് എന്നായിരുന്നു ചോദ്യം. മാംസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം, ശരി ഉത്തരം ഓപ്ഷൻ ഡി കോശയോക്കർ. 55ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതെന്നായിരുന്നു? ശരി ഉത്തരം ഓപ്ഷൻ ബി സൈലന്റ് വാലി. 56ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം തെങ്ങ് ഏതാണ്? ശരി ഉത്തരം ഓപ്ഷൻ സി ലക്ഷഗംഗ. 57ാമത്തെ ചോദ്യം, 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്? ശരി ഉത്തരം ഓപ്ഷൻ സി പ്ലാസ്റ്റിക് മലിനീകരണം. 58ാമത്തെ ചോദ്യം, രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ശരി ഉത്തരം ഓപ്ഷൻ ഡി ആശാധാര. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന 2023 ഏത് വിളയുടെ വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്? ചോദ്യം ഒരിക്കൽ കൂടി, യുഎൻഒയുടെ ഭക്ഷ്യ കാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്? ശരി ഉത്തരം ഓപ്ഷൻ ബി ചെറുധാന്യങ്ങൾ. 60ാമത്തെ ചോദ്യം, വിവിധ ഇനം മണ്ണിനങ്ങളുടെ pH താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? ശരി ഉത്തരം ഓപ്ഷൻ ഡി 5. 61ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിട്ടുള്ള ജോഡികളിൽ നിന്നും തെറ്റായി രേഖപ്പെടുത്തിയ ജോഡിയെ കണ്ടെത്തുക. ഇവിടെ തെറ്റായി രേഖപ്പെടുത്തിയ ജോഡി എന്ന് പറയുന്നത് ഇരുമ്പ് ക്രയോലൈറ്റ് എന്നാണ്, തെറ്റാണ്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി 2 മാത്രം. 62ാമത്തെ ചോദ്യം, ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ പരിവർത്തനം ഏത് എന്നായിരുന്നു? ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ പരിവർത്തനം എന്ന് പറയുന്നത് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. യാന്ത്രികോർജ്ജം വൈദ്യുത ഊർജ്ജമായി മാറുന്നു. 63ാമത്തെ ചോദ്യം, ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക എന്നതാണ്. ഇവിടെ തന്നിരിക്കുന്നതിൽ ഒന്നാമത്തത് ഇലക്ട്രോൺ ജെ തോംസൺ ശരിയാണ്. പ്രോട്ടോൺ ഹെൻറി മോസ്ലി തെറ്റാണ്. ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക് ശരിയാണ്. പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ് ശരിയാണ്. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 1, 3, 4. 64ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം എന്നായിരുന്നു ചോദ്യം. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ് ആണ്, ശരിയായത് മാത്രമാണ് വായിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ് എന്നായിരുന്നു ഒന്നാമത്തെ പ്രസ്താവന, അത് ശരിയാണ്. വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിന് എന്നായിരുന്നു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, അതും ശരിയാണ്. സോ ഓപ്ഷൻ എ 1ഉം 2ഉം ശരി. 65ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണ ഉപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ചത് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. 2023 സെപ്റ്റംബർ 2. 66ാമത്തെ ചോദ്യം, 2023 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ്? ശരി ഉത്തരം ഓപ്ഷൻ സി നോർവേ. 67ാമത്തെ ചോദ്യം, മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവം? ശരി ഉത്തരം ഓപ്ഷൻ ഡി കരൾ. 68ാമത്തെ ചോദ്യം, മലമ്പനിക്ക് കാരണമായ രോഗകാരി? ശരി ഉത്തരം ഓപ്ഷൻ ബി പ്ലാസ്മോഡിയം. 69ാമത്തെ ചോദ്യം, ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് CT സ്കാൻ. അടുത്ത ചോദ്യം, ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം? ശരി ഉത്തരം ഓപ്ഷൻ സി ജൂൺ 7. 71ാമത്തെ ചോദ്യം, കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം? ശരി ഉത്തരം ഓപ്ഷൻ എ തൃശൂർ. 72ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏത് എന്നായിരുന്നു? ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് തൊണ്ടമുള്ള്. 73ാമത്തെ ചോദ്യം, യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ഏതെന്നായിരുന്നു? ശരി ഉത്തരം ഓപ്ഷൻ എ സാർക്കോമ. 74ാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ്? ശരി ഉത്തരം ഓപ്ഷൻ സി നിരാമയ. 75ാമത്തെ ചോദ്യം, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നതെന്ന്? ശരി ഉത്തരം ഓപ്ഷൻ ഡി 2008.
76ാമത്തെ ചോദ്യം ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ബി കൊറോണ വൈറസ്. 77ാമത്തെ ചോദ്യം 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി. ശരിയുത്തരം ഓപ്ഷൻ എ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. 78ാമത്തെ ചോദ്യം കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയാണ് സശ്രദ്ധം. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. 79ാമത്തെ ചോദ്യം ലോക ജന്തുരോഗ ദിനമെന്ന്. ശരിയുത്തരം ഓപ്ഷൻ എ ജൂലൈ 6. 80ാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി. ശരിയുത്തരം ഓപ്ഷൻ എ മൻസുഖ് മാണ്ഡവ്യ. ഇനി മാത്സ് ചോദ്യമാണ്. 81ാമത്തെ ചോദ്യം 0.99 എത്ര കൂട്ടിയാൽ 2 കിട്ടും? 0.99 എത്ര കൂട്ടിയാൽ 2 കിട്ടും? ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് 1.01. 82ാമത്തെ ചോദ്യം മാർച്ച് 1-ാം തീയതി തിങ്കളാഴ്ചയായാൽ ആ മാസം എത്ര ചൊവ്വാഴ്ചകൾ കാണും? ഒരിക്കൽ കൂടി, മാർച്ച് 1-ാം തീയതി തിങ്കളാഴ്ചയായാൽ ആ മാസം എത്ര ചൊവ്വാഴ്ചകൾ കാണും? ശരിയുത്തരം ഓപ്ഷൻ സി 5. 83ാമത്തെ ചോദ്യം 0, 1, 3, 6, 10 ആണെങ്കിൽ അടുത്ത സംഖ്യ ഏത്? 0, 1, 3, 6, 10 അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ ഏതെന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ഡി 15. 84ാമത്തെ ചോദ്യം 25-ന് മുമ്പ് എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? ശരിയുത്തരം ഓപ്ഷൻ ബി 9. അടുത്ത ചോദ്യം റൂട്ടിനകത്താണ്. റൂട്ട് 0.0049. അപ്പോൾ 0.0049 ആൻസർ എത്രയെന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ സി ആണ് 0.07. അടുത്തത് സെക്കൻഡിൽ 86ാമത്തെ ചോദ്യമാണ്. സെക്കൻഡിൽ 12.5 മീറ്റർ വേഗതയിൽ ഓടുന്ന 150 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 350 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ എത്ര സമയം എടുക്കും? ഒരിക്കൽ കൂടി, സെക്കൻഡിൽ 12.5 മീറ്റർ വേഗതയിൽ ഓടുന്ന 150 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 350 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ എത്ര സമയമെടുക്കും? ശരിയുത്തരം ഓപ്ഷൻ എ 40 സെക്കൻഡ്. 87ാമത്തെ ചോദ്യം മകളുടെ വയസ്സിന്റെ 3 മടങ്ങാണ് അമ്മയുടെ വയസ്സ് എങ്കിൽ അമ്മയുടെ വയസ്സ് 51 എങ്കിൽ മകളുടെ വയസ്സ് എത്ര എന്നായിരുന്നു? ശരിയുത്തരം ഓപ്ഷൻ ഡി 17. 88ാമത്തെ ചോദ്യം എത്ര 1/8 ചേർന്നാലാണ് 1/2 ആകുന്നത്? എത്ര 1/8 ചേർന്നാലാണ് 1/2 ആകുന്നത്? ശരിയുത്തരം ഓപ്ഷൻ ഡി 4. 89ാമത്തെ ചോദ്യം 2 സംഖ്യകളുടെ ലസാഗുവും ഉസാഖയും യഥാക്രമം 144 24 എന്നിവയാണ് എങ്കിൽ സംഖ്യകളിൽ ഒരെണ്ണം 72 ആയാൽ രണ്ടാമത്തെ സംഖ്യ ഏതെന്നായിരുന്നു? ശരിയുത്തരം ഓപ്ഷൻ ബി 48. 90ാമത്തെ ചോദ്യം 38, 45, 207, 389 അങ്ങനെയാണെങ്കിൽ ഒറ്റയാനെ കണ്ടെത്തൂ എന്നായിരുന്നു. ശരിയുത്തരം ഓപ്ഷൻ സി 389. 91ാമത്തെ ചോദ്യം 6 മാങ്ങയുടെ വാങ്ങിയ വില 5 മാങ്ങയുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണെങ്കിൽ ലാഭം എത്ര? ശരിയുത്തരം ഓപ്ഷൻ സി 2. 92ാമത്തെ ചോദ്യം 5 സംഖ്യകളുടെ ശരാശരി 41. 35 എന്ന പുതിയ ഒരു സംഖ്യ കൂടി 6ാമതായിട്ട് ചേർത്താൽ പുതിയ ശരാശരി എത്രയെന്നായിരുന്നു? ശരിയുത്തരം ഓപ്ഷൻ സി 40. 93ാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: 485.012 ഗുണനം 100 സമം എത്ര എന്നായിരുന്നു? ശരിയുത്തരം ഓപ്ഷൻ സി ആണ് 48,501.2. 94ാമത്തെ ചോദ്യമാണ്. ബോർഡിൽ വരച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരുന്ന ഫിഗർ. ഈ റേഞ്ചിൽ ഒരു സീരീസ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്രമത്തിൽ തുടർന്നാൽ 5ാമത്തെ ചിത്രത്തിൽ എത്ര വരകൾ കാണുമെന്നായിരുന്നു ചോദ്യം. അതായത് സീരീസ് ഇങ്ങനെയാണ് പോകുന്നത്. ഇത് ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ 5ാമത്തെ ചിത്രത്തിൽ എത്ര വരകൾ കാണുമെന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ബി 16. അടുത്തത് 95ാമത്തെ ചോദ്യമാണ്. എ, ബി, സി, ഡി, ഇ എന്നിങ്ങനെ 5 കുട്ടികൾ ഒരു വരിയിൽ നിൽക്കുന്നു. ബിയുടെയും ഡിയുടെയും ഇടയിലാണ് എ ഉള്ളത്. ഡിയുടെയും ഇയുടെയും ഇടയിലാണ് സി ഉള്ളത്. ഏറ്റവും അറ്റത്തുള്ള കുട്ടികൾ ആരെല്ലാം ആയിരിക്കും എന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ എ ആണ് ബിയും ഇയും. ഓപ്ഷൻ എ, ബി, ഇ. 96ാമത്തെ ചോദ്യം 15/18 സമം x/30 ആയാൽ എക്സിന്റെ വാല്യൂ എത്രയെന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ഡി 25. 97ാമത്തെ ചോദ്യം 5 കിലോ ഗോതമ്പിന് 91.5 രൂപ അല്ലെങ്കിൽ 91.50 പൈസ
ആകുമെങ്കിൽ 183 രൂപയ്ക്ക് എത്ര കിലോ ഗോതമ്പ് കിട്ടും? അപ്പോൾ 5 കിലോ ഗോതമ്പിന് 91.50 50 പൈസയാണെന്നുണ്ടെങ്കിൽ 183 രൂപയ്ക്ക് എത്ര കിലോ ഗോതമ്പ് കിട്ടുമെന്നായിരുന്നു. ശരി ഉത്തരം ഓപ്ഷൻ സി 10. അടുത്ത 98ാമത്തെ ചോദ്യം ബോർഡിൽ എഴുതിയിട്ടുണ്ട്. 5 × 21 - 7 + 7 × 2. അതിൻ്റെ ആൻസർ എത്രയാണെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് 84. 99ാമത്തെ ചോദ്യം 6 ആളുകൾ ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു. എന്നാൽ ഒരാൾ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ശരി ഉത്തരം ഓപ്ഷൻ സി 60. ഇനി 100ാമത്തെ ചോദ്യമാണ് എഴുതിയിട്ടുണ്ട്. 3/13 ഭാഗം 4/26 ആണെങ്കിൽ അതിൻ്റെ ആൻസർ എത്രയെന്നായിരുന്നു. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് 3/2. അപ്പോൾ ക്വസ്റ്റ്യൻസ് അവസാനിച്ചിട്ടുണ്ട്.